ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞു കാണാതായി ഇതര സംസ്ഥാന തൊഴിലാളിക്കായി തെരച്ചിൽ തുടരുകയാണ്. തൊടുപുഴയിൽ നിന്നുള്ള സ്കൂബ ടീമാണ് തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെയാണ് മധ്യപ്രദേശ് സ്വദേശിയായ സന്ദീപ് സിംഗ് റാം അപകടത്തിൽപ്പെട്ടത്. നിധിൻ തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. നിധിൻ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഇന്നലെ വൈകുന്നേരം 4 മണിയോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഏലത്തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് ആനയിറങ്കൽ ജലാശയത്തിന്റെ മറുകരയിലേക്ക് പോവുകയായിരുന്ന വള്ളമാണ് ശക്തമായ മഴയിലും കാറ്റിലും അകപ്പെട്ട് മറിഞ്ഞത്. സന്ദീപിനെ കൂടാതെ 4 അതിഥി തൊഴിലാളികളും വള്ളത്തിന്റെ തുഴച്ചിൽക്കാരനും വള്ളത്തിലുണ്ടായിരുന്നു. ജലാശയത്തിന്റെ പകുതിയോളം പിന്നിട്ടപ്പോഴാണ് വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെടുന്നത്. മറിഞ്ഞ വെള്ളത്തിൽ പിടിച്ചു കിടന്ന ശേഷം 6 പേരും കരയിലേക്ക് നീന്തിയ സമയത്താണ് സന്ദീപ് മാത്രം ഒഴുക്കിൽപ്പെട്ടത്. ബാക്കി 5 പേരും നീന്തി രക്ഷപ്പെട്ടിരുന്നു. ഇന്നലെ സംഭവം നടന്ന ഉടനടി തന്നെ മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി തെരച്ചിൽ ആരംഭിച്ചെങ്കിലും സന്ദീപിനെ കണ്ടെത്താനായില്ല. പിന്നീട് പ്രതികൂല കാലാവസ്ഥയെ തുടർന്നും ഇരുട്ട് വീണതിനെ തുടർന്ന് ഇന്നലത്തെ തെരച്ചിൽ 6 മണിയോടുകൂടി തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. ഇന്നിപ്പോൾ പുലർച്ചെ തന്നെ തൊടുപുഴയിൽ നിന്ന് സ്കൂബ ടീം ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ ശാന്തൻപാറ പോലീസും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ സന്ദീപിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല.